നിങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയും ആ തെറ്റായ വിശ്വാസത്തിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും വേറൊരാൾ മാറ്റാൻ പറ്റാതെ വരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. ഈ ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വിധത്തിലാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, നമ്മൾ ഒരാൾ പിന്തുടരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരാൾ എന്നെ ഫോളോ ചെയ്ത് എന്നെ ഉപദ്രവിക്കാൻ വരികയാണെന്നുള്ളൊരു ഫാൾസ് ആയിട്ടുള്ളൊരു ബിലീഫ്സ് അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുക, അതിനെയാണ് നമ്മൾ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്നെക്കുറിച്ച് കുറ്റം പറയുകയാണെന്നൊക്കെ ഉള്ളൊരു ഫാൾസ് ആയിട്ടുള്ളൊരു ബിലീഫ്സ്, അതിനെയാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഗ്രാൻഡിയോസ് ഡെലൂഷനാണ്, ഞാനൊരു മഹത്തായ വ്യക്തിയാണ്, അതേപോലെ എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട്, ഇത്തരത്തിലൊക്കെ തെറ്റായ ഒരു ബിലീഫ്സ്. ശരിക്കും ചിലപ്പോൾ അയാൾക്ക് ആ കഴിവുകളൊന്നും ഉണ്ടായിരിക്കില്ല, അതേപോലെ തന്നെ അയാൾക്ക് അത്ര ക്യാഷൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പം ഇയാൾ വിചാരിക്കുന്നത് എനിക്ക് ഇത്ര ക്യാഷ് ഉണ്ട്, അതേപോലെ എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. അപ്പം അതിനെയാണ് ഗ്രാൻഡിയോസ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി. ഇത് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയരോഗമാണത്. നമുക്ക് ഒരാൾ ഫുഡ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ ആ ഫുഡ് തരുന്നത്, അതേപോലെ ഭർത്താവ് ഭാര്യയിലൊക്കെ അമിതമായിട്ട് പല കാരണങ്ങളാൽ ഫാൾസ് ബിലീഫ്സിൽ ഏർപ്പെടുന്നു. അയാൾ എന്നെ ഉപദ്രവിക്കാനാണോ വരുന്നത്, അതേപോലെ തന്നെ അയാൾക്ക് വേറൊരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടോ, ഇത്തരത്തിലെല്ലാം നമ്മൾ തെറ്റായിട്ടുള്ളൊരു വിശ്വാസം നിലനിർത്തുകയാണെങ്കിൽ അതാണ് ഡെലൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഡെലൂഷൻ്റെ ടൈപ്സ് വരുന്നത്. ഇത് ഒരുപാട് സൈക്കോട്ടിക് ഡിസോർഡറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിംറ്റംസ് വരുന്നത്. ഇത് ഉറപ്പായിട്ടും ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെലൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.